മുജ്തബ ഖമനയി സത്യത്തിൽ ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഉണ്ടോ സർ? അല്ല, ആ സംശയം ആം, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. പക്ഷേ ഇന്നിപ്പം ന്യൂയോർക്ക് ടൈംസ് ഇന്നലെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതായത് ഇദ്ദേഹം വളരെ ഗുരുതരമായ രീതിയിൽ അംഗവൈകല്യം വന്ന് ഈ ആക്രമണത്തിൽ, അതായത് ഖമേനിയെ ആക്രമിച്ച ആ ആക്രമണത്തിനകത്ത് ഇദ്ദേഹത്തിനും ഗുരുതരമായ പരിക്ക് പറ്റി. ഉം. ഇദ്ദേഹത്തിൻ്റെ അംഗങ്ങൾ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതേസമയത്ത് ബുദ്ധിക്ക് വലിയ, അല്ലെങ്കിൽ ബോധത്തിനോ ബുദ്ധിക്കോ ഒന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ടാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. കൃത്രിമ കാലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അതെ. അപ്പോൾ അങ്ങനെ വളരെ ഒരു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ജീവനോടെ ഒരു നിലനിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിനാണല്ലോ ഇപ്പം മറ്റേ അച്ഛൻ, തൻ്റെ പിതാവിന് ശേഷം അദ്ദേഹം അധികാരമേൽക്കുകയും ചെയ്തു. ഇതുകൂടെയാണ്, ഇതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇറാനിൽ കാണുന്ന കാഴ്ചകൾ കാണുന്നത്. അതായത് ഈ IRGC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ഭരണകൂടം ഏറ്റെടുത്തൊരവസ്ഥയിലേക്ക് എത്തി. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അതിൻ്റെ ഒരു ഭാഗമാക്കി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് IRGCയുടെ പിന്നെ ഒരു തീരുമാനങ്ങളെയും അതല്ലെങ്കിൽ നടപടികളെയും ഒക്കെ അനുകൂലിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴും നമ്മൾ ഈ മനസ്സിലാക്കുന്നൊരു സംഗതി, ഈ മുജ്തബ ഖമേനി രണ്ടായാലും ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ നിലയിൽ ഈ പറഞ്ഞതുപോലെ അവിടെ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ IRGCയുടെ നിയന്ത്രണത്തിലേക്ക് ഇറാൻ മാറുകയും ചെയ്യുന്നു. അതായത് മുജ്തബയുടെ കത്തുകൾ വഴിയാണ് അത്ര ഇവർ ആശയവിനിമയം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. IRGCക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇതുവഴി. നിങ്ങൾ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ അവിടെ ഒരു സ്പ്ലിറ്റ് കൂടി ഉണ്ടല്ലോ, വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ IRGC ഇപ്പോൾ അവിടെ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല, അതിൻ്റെ അഹമ്മദ് വഹീദി എന്ന് പറയുന്ന കമാൻഡർ ഇൻ ചീഫായിട്ട് അയാൾ ചുമതല ഏറ്റെടുത്തു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ മുജ്തബ ഖമേനി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള കക്ഷിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവിടെ കൊല്ലപ്പെട്ട ഖമേനിയേക്കാൾ വളരെ തീവ്രമായ ഒരു മൗലികവാദ സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ വഹീദി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ വഹീദിക്കെതിരെ. 94 അർജന്റീനയിൽ നടന്ന ഒരു ജൂവിഷ് കേന്ദ്രത്തിനെതിരെ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്രയോ 40-50 ജൂതർ കൊല്ലപ്പെട്ടിരുന്നു. അത് ഈ വഹീദിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇന്റർപോൾ അന്ന് റെഡ് നോട്ട് ഇദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചത്. സാധു മനുഷ്യനാണ്. പിന്നെ വഹീദി ഇറാനിൽ ഡിഫൻസ് മിനിസ്റ്ററായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയമായ ഒരു പരിചയവും വഹീദിക്കുണ്ട്. അതോടൊപ്പം തന്നെ സൈനികമായ നേതൃത്വപരമായ പങ്കും ധാരാളം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ്. ഈ മൗലികവാദ അല്ലെ തീവ്രവാദ സ്വഭാവത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കക്ഷിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ കാണുന്ന ഈ കടൽ യുദ്ധം നമ്മളിപ്പോൾ ഈ രീതിയിൽ കാണുന്നത്. ഇപ്പം ശരിക്കും നടക്കുന്നത് ഒരു വെടിനിർത്തലും ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പിന്നെ സങ്കല്പമാണ് വെടിനിർത്തൽ എന്നുള്ള സംഗതി. അതുകൊണ്ടാണ് പാവൻ ട്രംപ് ഇനി എൻ്റെ സുഹൃത്ത് ആസിഫ് മുനീർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇനി അനിശ്ചിതത്വ കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് പറയേണ്ടി വന്നു അവർക്ക്, ട്രംപിന്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ സർ. നമ്മുടെ ഷിപ്പുകൾ, അതായത് ഭാരതത്തിന്റെ കപ്പലുകൾ അതുവഴി വരുമ്പോൾ അത് വലിയ ചർച്ചയായിരുന്നല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ അനുവാദം കൊടുത്തിരുന്നു. അതായത് അവരുടെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലുണ്ട് എന്നുള്ളത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമ്മുടെ കപ്പലുകൾ അതുവഴി വരുന്നത്. അപ്പോഴാണ് ഗൺഷിപ്സ് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ മെസ്സേജ് കൈമാറുന്ന സമയത്ത് IRGC പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരു പമ്പരവെഡ്ഡി പറയുന്നത് കേട്ടിട്ടല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടുന്നുണ്ട്, അതനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ല, അത് കറക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ അതൊരു ലോകത്തിനുള്ളൊരു മെസ്സേജ് ആയിരുന്നു ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുള്ള വെടിവെപ്പ് എന്ന് പറയുന്നത്. ആ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കപ്പലുകളെ നശിപ്പിച്ചിട്ടില്ല, നാശം സംഭവിച്ചിട്ടില്ല. അതേ സമയത്ത് ഇന്ത്യ
ഇറാൻ്റെ സുഹൃത്ത് രാജ്യമാണ്, ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലുമാണ്. ഈ യുദ്ധം തീവ്രമായി നടക്കുന്ന സമയത്ത് പോലും കടലിടുക്ക് വഴി നമ്മുടെ കപ്പൽ ഇന്ത്യയിലേക്ക് വരികയും എന്തിനാ പറയുക മംഗലാപുരത്ത് വന്ന് അടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി എന്ന് പറയുന്നത് സുഹൃത്ത് രാജ്യമായ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണെങ്കിൽ പോലും ഹോർമൂസ് കടലിടുക്ക് വഴി പിന്നെ തങ്ങളുടെ അനുവാദമില്ലാതെ കടന്നു പോയി കഴിഞ്ഞാൽ വെടിവെക്കും എന്നുള്ളത് IRGCയുടെ ഒരു മുന്നറിയിപ്പായിരുന്നു. IRGC ഇറാൻ്റെ നേതൃത്വം ഏറ്റെടുത്തു എന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കപ്പലുകൾക്കെതിരെ വെടിവെക്കുന്നത്. അപ്പോൾ അതോടുകൂടി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വളരെ സൈലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ഈ വെടിനിർത്തലിന് സ്വീകരിച്ചത്, പക്ഷേ IRGC അത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയല്ലേ? അല്ല, അവിടെയാണ് ഇപ്പം അമേരിക്ക എടുത്തിരിക്കുന്ന അമേരിക്ക എങ്ങനെയെങ്കിലും ഇതിനകത്ത് തലയൂരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇസ്ലാമാബാദ് 1-ാം വട്ട ചർച്ചയും 2-ാം വട്ട ചർച്ചയ്ക്കായിട്ട് എല്ലാവരും അവിടെ കോട്ടുവിട്ട് നിൽക്കുകയായിരുന്നു. ആര്? അമേരിക്കയിൽ JD വാൻസും ഒക്കെ. കാര്യം ഇറാൻ്റെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വരാനായിട്ട്. ഇപ്പോൾ അവരൊരു മീറ്റിങ്ങിന് പോലും തയ്യാറാകാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് അമേരിക്ക ഈ ഉപരോധം കൂടെ പിൻവലിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ചു. ഏതാണ്ട് ആ ഒരു രീതിയിലേക്ക് സംഗതികൾ പോകുന്ന ഒരു സംഭവങ്ങളുടെ പോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാര്യം ഇപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് ഉപരോധം മാത്രമാണ്, കടൽ യുദ്ധമാണ്. ആ കടൽ യുദ്ധം രൂക്ഷമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും കപ്പലുകൾ ഇറാൻ ഒരു കപ്പൽ പിടിച്ചെടുത്തു, അമേരിക്ക പിടിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെ കടൽ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉദാഹരണത്തിന് ഇതിൻ്റെ ഉപരോധം US-ന്റെ ഒരു പുതിയ വാർഷിപ്പ് കൂടി വന്നിട്ടുണ്ട്. അതെ, ജെറാൾഡ് എസ്ഫോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപ് പരമാവധി നോക്കുന്നത് ഇറാനെ ഭീഷണിപ്പെടുത്താനായിട്ടാണ്. ഇറാനെ ഭീഷണിപ്പെടുത്തിക്കഴിഞ്ഞാൽ ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ തെക്കൻ സുഹൃത്തുക്കൾ, അയൽ രാജ്യങ്ങൾ, അതായത് ഗൾഫ് കൺട്രീസിൽ പിന്നെ ഇനി എണ്ണ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം മറന്നേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഒരാക്രമണം ഇറാൻ്റെ നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫ് കൺട്രികളെ കംപ്ലീറ്റ് ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ആക്രമിക്കുകയും ചെയ്യും. അത് ആക്രമിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് ട്രംപിനും അറിയാം, ഈ മറ്റു രാജ്യങ്ങൾക്കും അറിയാം, ഗൾഫ് രാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നുള്ള ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ വാർ വെറ്ററൻസ് വന്നിട്ട് സ്റ്റോപ്പ് ഇറാൻ വാർ എന്നും പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തുകയുണ്ടായി. അപ്പോൾ ആഭ്യന്തരമായിട്ട് പോലും, മാത്രമല്ല ഇന്ധനത്തിൻ്റെ വില വല്ലാണ്ട് ഇടിച്ചു കയറുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഗ്യാസിലിൻ്റെ വില 38% വർദ്ധിച്ചത്. അപ്പോൾ അതുപോലെ ആഗോളതലത്തിലുള്ള ഒരു സമ്മർദ്ദവും അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നവും പിന്നെ ഇനി നവംബറിൽ വരാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷനും ഇതെല്ലാം കൂടെ വന്നിട്ട്, പിന്നെ അത് മാത്രമല്ല ട്രംപിൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. കീഴടങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇറാനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിൽ കാണുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാർ, മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇപ്പം തന്നെ മലയാളികളെ ബാധിച്ചു തുടങ്ങി. ഇപ്പം ഗൾഫിലൊക്കെയുള്ള നമ്മളുടെ പല ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. പലയിടത്തും ലേ ഓഫ് ആയി കഴിഞ്ഞു. പലർക്കും തിരിച്ച് നാട്ടിലേക്ക് വരാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. ശരിക്കും ഗൾഫിലെ അല്ലെങ്കിൽ ഈ ദുബായിലെയും കുവൈറ്റിലെയും ഒക്കെ ഉള്ള അവസ്ഥ നമുക്കൊരു യഥാർത്ഥ പിക്ചർ ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദുബായിൽ നിന്ന് ഒരു മൊബൈലിലൊരു ഒരു ചിത്രം പോലും പരസ്യമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ദുബായിൽ നിലനിൽക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇവിടത്തേക്കുള്ള യഥാർത്ഥ സ്ഥിതികൾ പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ IRGC തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ ഈ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും വൻ ദുരന്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയും വരും എന്നുള്ളതാണ്. സാർ, ഇതിനിടയിൽ തിരിച്ചൊന്ന് ഇതിലേക്ക് തന്നെ വരുമ്പോൾ ഈ മുജ്തബ അലി ഖമനയി തട്ടിപ്പോയി, സംസ്കാരം പോലും നടത്തിയിട്ടില്ല. അതിനിടയിലാണ് മുജ്തബയുടെ കാര്യം ഇത്രയും
പ്രശ്നത്തിലായിരിക്കുന്നത്. അതെ. അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇനി ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണ് കൃത്രിമ കാല്, പ്ലാസ്റ്റിക് സർജറി, മുഖം പൂർണ്ണമായിട്ട് ഏതാണ്ട് തകർന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് തിരിച്ച് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടൊക്കെ അതെ. വായിക്കുന്നതിന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു വാർത്ത വന്നത് മൊസാദ് ഈ മുജ്തബയെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ വല വിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൊസാദിനെ സംബന്ധിച്ച് നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ലല്ലോ. ഇല്ലില്ല, തീർച്ചയായിട്ടും അങ്ങനെ പെട്ടതില്ല. മൊസാദ് ഇറങ്ങി എന്തെങ്കിലും ഒരു മുജ്തബ ഇല്ലാതെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടുമോ ഇറാൻ? അല്ല, അവിടെയാണ് ഇപ്പോൾ ഇറാൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇറാന് മസ്തബ ഉണ്ടെങ്കിൽ പോലും ഇറാൻ ഈ പറഞ്ഞ പോലെ വഹീദിയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. IRGC അയാളുടെ നിയന്ത്രണത്തിലായി, കമാൻഡർ ഇൻ ചീഫ് നിയന്ത്രണത്തിലായി. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സൈലൻ്റായി. കാര്യം ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഏത് രീതിയിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മിലിറ്ററി ലീഡർഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്. അത് അമേരിക്ക എന്തായാലും അമിതാവേശം കാണിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാര്യം അമിതാവേശം കാണിച്ചു കഴിഞ്ഞാൽ വലിയ വില അമേരിക്കയ്ക്കും കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പം തന്നെ ലോകം വല്ലാണ്ട് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇപ്പം നമ്മുടെ തന്നെ വീടുകളിലേക്ക് ഇപ്പോൾ ഒന്ന് ഗ്യാസ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, 25 ദിവസം കഴിഞ്ഞാലേ ബുക്കിംഗ് ഏറ്റെടുക്കുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പല വീടുകളിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പല ഹോട്ടലുകൾക്കും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം എല്ലായിടത്തും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി എന്തെങ്കിലും ഒരു അവിവേകം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് വൻ ദുരന്തത്തിലേക്കായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുക. അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.